നമസ്കാരം. ആഗോള വിപണിയെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനം ഇന്നാണ്. ഇറക്കുമതി ചെയ്യുന്ന 3 ലക്ഷം കോടി ഡോളർ വില വരുന്ന ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗത്തിനും 20% തിരിവെയാകും ട്രംപ് ചുമത്തുകയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പകരച്ചുങ്കം സംബന്ധിച്ച വൈറ്റ് ഹൌസിന്റെ കരട് രേഖ സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ 100%-ലധികം തിരിവുള്ള ഉൽപ്പന്നങ്ങൾക്കും 20% തന്നെയാകുമോ പകരച്ചുങ്കമെന്ന കാര്യങ്ങൾക്ക് വ്യക്തതയില്ല. അതേസമയം തിരുവക്കാര്യത്തിൽ താൻ കടുംപിടുത്തം പിടിക്കില്ലെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ലോകരാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ US-നെ എല്ലാ രാജ്യങ്ങളും വർഷങ്ങളായി ചതിക്കുകയായിരുന്നെന്നുമാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. അധികാരത്തിലേറിയതിന് പിന്നാലെ കാനഡ, മെക്സിക്കോ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക തിരിവ് ചുമത്തി ട്രംപ് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അതേസമയം US ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തിരിവ് ഇന്ത്യ ഗണ്യമായി കുറയ്ക്കാൻ പോകുന്നെന്നാണ് താൻ അറിഞ്ഞതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇന്ത്യ എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തില്ലെന്നും ട്രംപ് ചോദിച്ചു. US-ന്റെ പകരച്ചുങ്കം രാജ്യങ്ങളെ ചൈനയ്ക്കൊപ്പം ചേരാൻ നിർബന്ധിതരാക്കുമോ എന്ന ചോദ്യത്തിന് തനിക്ക് അത്തരം ആശങ്കകൾ തെല്ലുമില്ലെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. US-ന്റെ മേൽ വർഷങ്ങളായി അന്യായ തിരിവ് ചുമത്തുന്ന പല രാജ്യങ്ങളും അത് കുറയ്ക്കാൻ തയ്യാറാകുമെന്നുമാണ് ട്രംപിന്റെ പ്രതീക്ഷ. US നിർമ്മിത കാറുകൾക്കുള്ള തിരിവ് യൂറോപ്യൻ യൂണിയൻ ഇതിനകം 2.5% കുറച്ചതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പകരച്ചുങ്കത്തിന് പുറമെ വാഹനങ്ങൾക്കുള്ള 25% ഇറക്കുമതി തിരിവയും വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുള്ള 25% ഇറക്കുമതി തിരിവയും ഇന്നത്തോടെ പ്രാബല്യത്തിലാകും. ആഗോള വിപണിയെ പിടിച്ചുലയ്ക്കാൻ തക്ക കെൽപ്പുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തെ ആശങ്കയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. തീരുമാനം US-ന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കുമെന്നും ഏപ്രിൽ 2 വിമോചന ദിനമായിരിക്കുമെന്നുമാണ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഉയർന്ന തിരിവ് ചുമത്തുന്നത് അവിടങ്ങളിലേക്കുള്ള US-ന്റെ കയറ്റുമതി ദുർബലമാക്കിയെന്നുമാണ് വൈറ്റ് ഹൌസ് മാധ്യമ സെക്രട്ടറി കരോലിൻ ലീവിറ്റ് വിമർശിച്ചത്.